Good morning. So today we can start the fifth chapter, company meetings. മീറ്റിംഗ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? when two or more than two persons get together at one place to discuss any common issue, it is called a meeting. ഓക്കെ, അതായത് ഇവിടെ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ഗ്യാതറിങ്ങും നമുക്ക് മീറ്റിംഗ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. മീറ്റിംഗ്സ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓഫ് ദി ഡയറക്ടേഴ്സ് ഓർ ഓഫ് ദി ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഓർ ഓഫ് ദി കോൺട്രിബ്യൂട്ടറീസ് ആർ കോൾഡ് മീറ്റിംഗ്സ് ഓഫ് എ കമ്പനി. അപ്പോൾ ഈ മീറ്റിംഗ്സിന് കമ്പനി മീറ്റിംഗ്സിനും ഇറ്റ് ഹാസ് വൈറ്റൽ ഇമ്പോർട്ടൻസ് ബിക്കോസ് according to the provisions of Companies Act 2013 and rules, company rules അനുസരിച്ചിട്ട് it is compulsory to conduct or convene meetings because company എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it is an artificial person created by law and it cannot work as a natural person. അപ്പോൾ ഈ കമ്പനി മാനേജ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡയറക്ടേഴ്സ് എന്ന് പറയാം. അപ്പം ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ഓണേഴ്സ് അവരെ therefore it becomes necessary that the company meeting must be held properly and in accordance with the provisions of Companies Act അല്ലെങ്കിൽ Memorandum of Association and Articles of Association of the company. അതായത് കമ്പനീൻ്റെ തുടക്കം മുതൽക്കുള്ള, അതായത് ഏതാ പറയുക, നമുക്ക് ഓൾ ദ ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി റൈറ്റ് ഫ്രം ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ടു വൈൻഡിങ് അപ്പ് ആർ പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡിസിഷൻസ് ടേക്കൺ അറ്റ് ഇറ്റ്സ് മീറ്റിംഗ്. സോ ഇറ്റ് ഇൻക്രീസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മീറ്റിംഗ്സ് ഓഫ് ദി കമ്പനി. അപ്പം ഈ കമ്പനി മീറ്റിംഗ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ടു ഓർ മോർ പേഴ്സൺസ് മസ്റ്റ് ബി പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ്. The assembly of persons must be for discussion and transaction of some lawful business. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ആളുകൾ കൂടിച്ചേരുന്നതെന്നാണ് പറയുന്നത്? for some discussion or transaction of some lawful business. then notice is essential. അതായത് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്താ അയച്ചിരിക്കണം? നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്. then held at a particular place, date and ടൈം. അതായത് നടത്തുന്ന ടൈം, ഡേറ്റ്, പ്ലേസ് ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാവണം, ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഒക്കെ ഉണ്ടാവണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഹെൽഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. അപ്പം അസംബ്ലി ഓഫ് ടു ഓർ മോർ പേഴ്സൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ് ആൻഡ് ജനറലി ദെയർഫോർ ഓൺലി വൺ പേഴ്സൺ പ്രസൻറ്റ് ഇൻ ദ മീറ്റിംഗ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ്. അപ്പോൾ പറഞ്ഞല്ലോ, ടു ഓർ മോർ പേഴ്സൺസ് കൂടി ചേർന്നാലേ അതൊരു മീറ്റിംഗ് ആവുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒരൊറ്റ ആൾ മാത്രമാണെങ്കിൽ അത് മീറ്റിംഗ് ആയിട്ട് കണക്കാക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി മീറ്റിംഗ് ചില സമയത്ത് വൺ മെമ്പർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ്, അതായത് ഒരാളായാലും അത് മീറ്റിംഗ് ആയി കണക്കാക്കും. ഏതൊക്കെ കേസിലാന്ന് വെച്ചാൽ മീറ്റിംഗ് കൺവീൻ ബൈ ദി ട്രിബ്യൂണൽ, അതായത് വേർ ദ ട്രിബ്യൂണൽ കോൾസ് ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് അണ്ടർ സെക്ഷൻ 97 if only one present that may be treated as a valid quorum for the meeting. അല്ലെങ്കിൽ when the tribunal calls a meeting under section 98, one person present in person or proxy എന്ന് പറയുന്ന മീറ്റിങ്ങിന് ഇപ്പം മെമ്പേഴ്സിന് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ വേറെ ആളെ വിടും, അവരെയാണ് പ്രോക്സി എന്ന് പറയുക. പ്രോക്സിനെയും ഒന്നുകിൽ ആളായിട്ട് വരാം, അല്ല ഓർ പ്രോക്സി ഷാൾ ബി ഡീം ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് മീറ്റിംഗ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരൊറ്റ ആളായാലും ആ കേസിൽ അതൊരു വാലിഡ് മീറ്റിംഗ് ആയിട്ട് കണക്കാക്കും. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ക്ലാസ് മീറ്റിംഗ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് വേർ വൺ പേഴ്സൺ ഹെൽഡ് ഓൾ ദ ഷെയർസ് ഓഫ് എ പെർട്ടിക്കുലർ ക്ലാസ്. ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലെ എല്ലാ ഷെയർസും ഒരൊറ്റ ആളുടെ കയ്യിലാണെങ്കിൽ ദ മെമ്പർ അലോൺ കംസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് മീറ്റിംഗ് ഓഫ് ദാറ്റ് ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ദെൻ തേർഡ് കേസ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് കോറം ആൻഡ് അഡ്ജേൺ മീറ്റിംഗ്. അതായത് ഇത്ര കോറം ഉണ്ടെങ്കിലേ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ മീറ്റിംഗ് അഡ്ജേൺ ചെയ്തിട്ടുണ്ടാവും. അതായത് ആ ഒരു കൃത്യം കോറം തികയാതെ 7 ആൾ വരേണ്ട ഒരു മീറ്റിംഗ് ആണ്, അതിലെല്ലാവരും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ മീറ്റിംഗ് അഡ്ജേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കും. അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ആണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് കോറം ഇൻ എ പെർട്ടിക്കുലർ മീറ്റിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ കമ്പനി കനോട്ട് ബി സ്റ്റാർട്ടഡ് and the meeting will be adjourned to the same time, place and date in the next week. അപ്പോൾ കോറം തികയാത്ത അവസ്ഥയിൽ ആ മീറ്റിംഗ് അടുത്ത ആഴ്ച അതേ സമയം അതേ സ്ഥലത്ത് അതേ ടൈമിൽ വെച്ചിട്ട് നടത്താൻ വേണ്ടി തീരുമാനിക്കും. അപ്പോൾ ഇൻ ദ അഡ്ജേൺ മീറ്റിംഗ് ഇഫ് ഓൺലി വൺ ബി പ്രസൻറ്റ് ദാറ്റ് വുഡ് ബി കൺസിഡേർഡ് ആസ് ഇനഫ് കോറം. അപ്പം മീറ്റിംഗ് മാറ്റി വെച്ചിട്ടും അവിടെയും ഒരൊറ്റ ആൾ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ എങ്കിൽ ആ ഒരൊറ്റ ആളെ വെച്ചിട്ട് മീറ്റിംഗ് നടത്താം.
മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ദീസ് ആർ ദ കേസസ് വെയർ വൺ മെമ്പർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ്. അല്ലാത്ത കേസിലൊന്നും ഓൺലി വൺ പേഴ്സൺ പ്രസൻറ്റ് ഇൻ ദ മീറ്റിംഗ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലോഫുൾ ബിസിനസ് ഡിസ്കസ് ചെയ്യുക, എന്തെങ്കിലും ഡിസ്കഷന് വേണ്ടിയിട്ട്, അതായത് ഒന്നുകിൽ ടു സോൾവ് ദ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ടു മേക്ക് ഡിസിഷൻസ്, ടു ഡെവലപ്പ് വേരിയസ് പ്ലാൻസ്, ദെൻ ടു ഗ്യാദർ ഓർ കൺവേ ഇൻഫർമേഷൻ, to get a response to information, to obtain approval, and to clarify responsibilities, or to create a sense of ടീം വർക്ക്. ഇതെന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മീറ്റിംഗ് വെക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്സ് എന്നാണ്. അപ്പോൾ ദ മീറ്റിംഗ് ഓഫ് എ കമ്പനി മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 ഹെഡ്സ്. ശരിക്കും 4 വരുന്നുണ്ട് കേട്ടോ. ഇതിൽ 3 എണ്ണമായിട്ടാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്, മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ്, അതായത് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും, ദെൻ മീറ്റിംഗ് ഓഫ് creditors, and one more is there, that is meeting of debenture holders. ഓക്കെ, ഇതിൽ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 34 ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി. ഇപ്പോൾ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് നമുക്കറിയാം. സോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ആസ് സച്ച് ഇറ്റ് കനോട്ട് ആക്ട് by itself and acts instead through human agency. അതായത് എല്ലാം ചെയ്യുന്നത് ആരാണ്? ഡയറക്ടേഴ്സാണ്. സോ ദ പേഴ്സൺസ് ത്രൂ whom it acts and by whom the business of the company is conducted is known as directors. അപ്പോൾ ഡയറക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം ഡയറക്ടേഴ്സ് മസ്റ്റ് ഹോൾഡ് ദിയർ മീറ്റിംഗ്സ് ആസ് ഫ്രീക്വൻറ്റ്ലി ആസ് പോസിബിൾ, ആൻഡ് ദീസ് മീറ്റിംഗ്സ് ഓഫ് ഡയറക്ടേഴ്സ് ആർ നോൺ ആസ് ബോർഡ് മീറ്റിംഗ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഡയറക്ടേഴ്സിനെ വിളിച്ചിട്ടുള്ള ആ ഒരു മീറ്റിങ്ങിനെയാണ്, ഡയറക്ടേഴ്സ് കൺവീൻ ചെയ്യുന്ന ആ മീറ്റിങ്ങിനെയാണ് നമ്മൾ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഡയറക്ടേഴ്സ് മീറ്റിംഗ് എന്തൊക്കെയാണ് നോക്കാം. ഫ്രീക്വൻസി ഓഫ് ബോർഡ് മീറ്റിംഗ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രീക്വൻസി ഓഫ് ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം, എത്ര പ്രാവശ്യം ഡയറക്ടേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ളതാണ് ഇവിടെ. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കമ്പനി ഷുഡ് ബി ഹെൽഡ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതായത് ഡയറക്ടേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യത്തത് കൂടിയിരിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞിരിക്കണം. Subsequently, minimum 4 meetings of the board of directors should be held every year. ഓരോ വർഷം മിനിമം 4 മീറ്റിംഗ് എന്നെങ്കിലും ഉണ്ടായിരിക്കണം. ഓരോ മീറ്റിങ്ങിൻ്റെയും ഇടവേള എന്ന് പറയുന്നത് മാക്സിമം ഗ്യാപ്പ് ഓഫ് 120 days can be between 2 consecutive meetings of the board. ഇനി 1 person കമ്പനി അല്ലെങ്കിൽ സ്മോൾ കമ്പനി, ഡോർമെൻറ്റ് കമ്പനിയൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 meeting of the board of directors has been conducted in each half of a calendar year. മനസ്സിലായല്ലോ? ആൻഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 മീറ്റിംഗ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ലെസ് ദാൻ 90 days. ഇനി ഒ പി സി, 1 ഡയറക്ടറുള്ളൊരു ഒ പി സി ആണെങ്കിൽ ഇറ്റ് നീഡ് നോട്ട് ഹെൽഡ് എനി മീറ്റിംഗ്. then it need not hold any meeting എന്നാണ് പറയുന്നത്. ഇനി the object of this section is to ensure that board meetings are held at reasonably frequent intervals so that directors may be in touch with the management of affairs of the company. അതായത് എല്ലാ കാര്യങ്ങളിലും മാനേജ്മെൻറ്റ് ഓഫ് അഫെയർസിൽ ഡയറക്ടേഴ്സ് കൃത്യമായിട്ട് എല്ലാം ഉറപ്പ് വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ മീറ്റിങ്ങുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൺവീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഓഫ് മീറ്റിംഗ് ക്ലിയർ ആണോ? ദെൻ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്, അതായത് മീറ്റിംഗ് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടീസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൽ പറയുന്നത് മിനിമം 7 days നോട്ടീസ് ഇൻ റൈറ്റിംഗ് ഷുഡ് ബി സെൻഡ് ടു എവറി ഡയറക്ടർ at is addressed registered with the company, and such notice shall be sent to hand delivery or by post or ഇലക്ട്രോണിക് മീൻസ്. അതായത് 7 ദിവസം മുന്നേ തന്നെയെങ്കിലും നോട്ടീസ് എല്ലാവർക്കും അയച്ചിരിക്കണം ഡയറക്ടേഴ്സിന്. അത് ഏത് രീതിയിലാവാം, ഹാൻഡ് ഡെലിവറി ആവാം, പോസ്റ്റലായിട്ട് അയക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി.
But a meeting can be held by giving a shorter notice to transact an urgent business, provided at least one independent director, if any, is present at the meeting. ചിലപ്പോൾ വേണമെങ്കിൽ അർജൻറ്റ് മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ഷോർട്ട് നോട്ടീസിൽ വേണമെങ്കിൽ കൺവീൻ ചെയ്യാം. 7 days ബിഫോർ തന്നെ നോട്ടീസ് അയക്കണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ നിർബന്ധമായിട്ടും പങ്കെടുത്തിരിക്കണം. ഇനി ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഫ്രം സച്ച് എ മീറ്റിംഗ് ഓഫ് ദ ബോർഡ്, ഡിസിഷൻ ടേക്കൺ അറ്റ് സച്ച് എ മീറ്റിംഗ് ഷാൽ ബി സർക്കുലേറ്റഡ് ടു ഓൾ ദ ഡയറക്ടേഴ്സ് ആൻഡ് ഷാൽ ബി ഫൈനൽ ഓൺലി ഓൺ റാറ്റിഫിക്കേഷൻ ദെയർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഇഫ് എനി. ഇങ്ങനെ ഷോർട്ട് നോട്ടീസിൽ മീറ്റിംഗ് വിളിച്ചിട്ട് ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, എന്താണോ അതിൽ തീരുമാനിച്ചിരിക്കുന്നത് ആ ഡിസിഷൻ എല്ലാ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ സർക്കുലേറ്റ് ചെയ്തിട്ട് അവരുടെ അപ്രൂവൽ കിട്ടണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ തന്നെയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ആ തീരുമാനമായി മാറുന്നുള്ളൂ. മനസ്സിലായല്ലോ. ഇനി പാർട്ടിസിപ്പേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ മീറ്റിംഗ് ഓഫ് ബോർഡ് മേ ബി ഈതർ ഇൻ പേഴ്സൺ ഓർ ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഓർ അതർ ഓഡിയോ വിഷ്വൽ മീൻസ്. അതായത് ഡയറക്ടേഴ്സ് നേരിട്ട് തന്നെ വരണമെന്നില്ല, നേരിട്ട് വന്നാലും കുഴപ്പമില്ല. ഇനി വീഡിയോ കോൺഫറൻസിങ് ഓഡിയോ കോൺഫറൻസിങ് ഏത് വഴിയായാലും മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അടുത്തൊരു പോയിൻ്റ് ഇവിടെ പറയുന്നത് ബോർഡ് മീറ്റിംഗ് ത്രൂ വീഡിയോ കോൺഫറൻസിങ് ആൻഡ് അതർ ഓഡിയോ വിഷ്വൽ മീൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ മാറ്റേഴ്സാണ് ഇങ്ങനെ വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ മീൻസ് വഴി ബോർഡ് തീരുമാനിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ അതേമാതിരി മാറ്റേഴ്സ് നോട്ട് ടു ബി ഡെൽറ്റ് വിത്തിൻ എ മീറ്റിംഗ് ത്രൂ വീഡിയോ കോൺഫറൻസിങ്. ഈ കാര്യങ്ങളൊന്നും വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ അതർ ഓഡിയോ വിഷ്വൽ മീൻസിൽ നടത്താൻ പാടില്ല. ഏതൊക്കെ കാര്യങ്ങളാണെന്നറിയോ? ദ അപ്രൂവൽ ഓഫ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അപ്രൂവൽ ഓഫ് ദ ബോർഡ്സ് റിപ്പോർട്ട്, the approval of the prospectus, the audit committee meetings for consideration of accounts, and the approval of the matters relating to amalgamation, merger, demerger, acquisition and takeover. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഓഡിയോ വിഷ്വൽ വഴിയൊന്നും ആ കോൺഫറൻസിങ് വഴിയൊന്നും നടത്താൻ പാടില്ല. അതിനൊക്കെ നേരിട്ടിട്ട് തന്നെ ഹാജരാവണം ഡയറക്ടേഴ്സ്. മനസ്സിലായോ? അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. അജണ്ട, കോറം ഒക്കെ വരുന്നുണ്ട്, നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.